ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ ഇന്നർവെൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ട്രൈലോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 2 എക്കണോമി റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് കാണാം. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫുൾ കവറായിട്ടുള്ള ഒരു ടീഷർട്ട് ബ്രാൻഡാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ അഫോർഡബിൾ പ്രൈസും എന്നാൽ ക്വാളിറ്റിയിലൊട്ടും കുറവുമില്ല. ട്രൈലോയുടെ ബാക്കി പ്രൊഡക്ട്സിൻ്റെ ബാക്കി പാറ്റേൺസ് ഉണ്ടല്ലോ, അതിൻ്റെ അത്രയും തന്നെ ക്വാളിറ്റിയും ഉണ്ട്, എന്നാൽ അതിനേക്കാളും പ്രൈസ് കുറവുമാണ്, ഫുൾ കവറേജുമാണ്. ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ താഴത്തെ ബാൻഡ് വരുമ്പോൾ നല്ല ബ്രോഡായിട്ടുള്ള ബാൻഡാണ്, അതുകൊണ്ട് തന്നെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ബാൻഡാണ്. അതേപോലെ കപ്പ് പോർഷൻ വരുമ്പോഴത്തേക്കും സീംലെസ് ആണ്, ഡബിൾ ലെയർഡ് മെറ്റീരിയലാണ്, അത്യാവശ്യം തിക്നെസ് ഉള്ളൊരു മെറ്റീരിയലാണ്. സ്ട്രാപ്പ് വരുമ്പോഴത്തേക്കും ബ്രോഡായിട്ടുള്ള സ്ട്രാപ്പാണ്. സൈഡിലെ വിങ്സിലും അത്യാവശ്യം കവറേജ് ഉണ്ട്. ബാക്കിൽ വരുമ്പോൾ യു ബാക്കാണ്, 4x4, അതായത് 4 ഹുക്കുള്ള ബാക്കിലെ പോർഷനാണ്. ബാക്കിൽ നിന്നും സ്ട്രാപ്പിൻ്റെ അവിടെ നിന്ന് നമുക്ക് ബ്രസ്റ്റിന് നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ്. സാധാരണ നമ്മളിപ്പം ട്രൈലോയുടെ ആൽപ്പ എന്ന് പറഞ്ഞ എക്സ്ട്രീം, അതായത് ക്രോസ് സപ്പോർട്ടുള്ള ടീഷർട്ട് ബ്രാൻഡുള്ളൂ, അതിനേക്കാളും ഫിറ്റിങ്ങിൽ അതായത് കുറച്ചുകൂടെ വ്യത്യാസം, മെഷർമെൻറ്റ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആൽപ്പ ഇട്ടിരുന്നവർക്ക് ഇപ്പോൾ കൂടുതൽ ഇത് ട്രൈ ചെയ്യുമ്പോൾ ഇതായിരിക്കും കൂടുതൽ കംഫർട്ടബിളായിട്ട് മിക്കവർക്കും നമ്മളെ ഷോപ്പിൽ തോന്നിയിട്ടുള്ളത്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് ഒരു വർഷം വെച്ച് ആവുന്നേ ഉള്ളൂ. പക്ഷേ ആൽപ്പ ഇടുന്നവർ ഇപ്പോൾ കൂടുതലും ഈ ഒരു പ്രൊഡക്റ്റിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു 32 മുതൽ 42 വരെ ഉള്ളൂ. എന്നാലും നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ ആൽപ്പ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് 32 തൊട്ട് 52 വരെ ഉണ്ട്. 42 എബോ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം കമ്പനിയിൽ അവൈലബിൾ ആയിട്ടില്ല. അതേപോലെ കപ്പ് സൈസും ഇത് എഫ് കപ്പ് വരെയാണുള്ളത്, സി മുതൽ എഫ് കപ്പ് വരെയാണുള്ളത്. ആൽപ്പ പക്ഷേ എഫിന് മുകളിലുള്ള കപ്പിൽ GHI ഒക്കെ കപ്പ് സൈസിൽ അവൈലബിൾ ആണ്. ഇതാണ് അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് വരുമ്പോഴത്തേക്ക് എം ഫ്രെയിമാണ്, അതായത് ഇങ്ങനെ വന്നിട്ട് എം ഷേപ്പിലാണ് ഇതിൻ്റെ ആ ഒരു കപ്പ് പോർഷൻ്റെ ഫ്രെയിം വരുന്നത്, അതുകൊണ്ടാണ് എം ഫ്രെയിം എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാനിതൊന്ന് പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ എം ഫ്രെയിം മോഡൽ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ സീംലെസ് ആണ്, എന്നാൽ ഫുൾ കവറേജ് ആണ്. ഇതിൻ്റെ അകത്തെ പോർഷൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ്, ഒരു ഡബിൾ ലെയർ മെറ്റീരിയലാണ് വരുന്നത്. ഡബിൾ ലെയർ മെറ്റീരിയൽ അത്യാവശ്യം വീതിയുള്ള ബ്രോഡായിട്ടുള്ള ബാൻഡാണ് വരുന്നത്. ഈ ഒരു പോർഷൻ, ഇവിടുത്തെ പോർഷനും നല്ല കവറേജ് ആയിട്ടുള്ളൊരു പോർഷനാണ് വരുന്നത്. ബാക്കിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ 4 ഹുക്കാണ് വരുന്നത്. ഹുക്ക് ആൻഡ് ഐയുടെ ഈ ഒരു പോർഷൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ 4 കോളമായിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ട്രാപ്പ് വരുമ്പോഴത്തേക്കും നല്ല ബ്രോഡായിട്ടുള്ള സ്ട്രാപ്പാണ്. ഇത് സി കപ്പിലുള്ള സ്ട്രാപ്പാണ്, നല്ല ബ്രോഡായിട്ടുള്ള സ്ട്രാപ്പാണ് വരുന്നത്. ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് 32 മുതൽ 42 വരെ, സി മുതൽ എഫ് വരെയുള്ള കപ്പ് സൈസുകളിലാണ്. പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 349 മുതൽ 424 വരെയാണ്. കളേഴ്സ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ബ്ലാക്ക് ഉണ്ട്, സ്കിന്നുണ്ട്, വൈറ്റ് ഉണ്ട്. കളേഴ്സ് അസോർട്ടഡ് കളേഴ്സിൽ വരുന്നത് ഈ റോസ് ഗോൾഡും ഗ്രേ കളറുമാണ്. ഇങ്ങനെ 5 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും കോട്ടണിലുള്ളൊരു സാരി ബ്ര പാറ്റേൺ ആണ്, ഫുൾ കവർ ആയിട്ടുള്ള പാറ്റേൺ ആണ്. നമ്മൾ നേരത്തെ കണ്ടതെന്ന് പറയുന്നത് ബനിയനിലുള്ള ടീഷർട്ട് ബ്ര ഫുൾ കവർ പാറ്റേൺ ആണ്. ഇത് കോട്ടണിലുള്ള പാറ്റേൺ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബ്രോഡായിട്ടുള്ള ബാൻഡാണ് വരുന്നത്. സ്ട്രാപ്പ് വരുമ്പോഴത്തേക്കും ബ്രോഡായിട്ടുള്ള സ്ട്രാപ്പാണ്. കപ്പ് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്, അതായത് ഫുൾ കവറായിട്ടുള്ള കപ്പ് പോർഷൻ. ഇവിടം വരെയുള്ള കവറേജ് നല്ല വീതിയിലുള്ള കവറേജ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡിലെ വിങ് പോർഷനിലും കവറേജ് ഉണ്ട്. ബാക്ക് പോർഷൻ വരുമ്പോഴത്തേക്കും യു ബാക്കാണ് വരുന്നത്, 4x4 ഹുക്കാണ് വരുന്നത്. ബ്രോഡായിട്ടുള്ള ബാക്ക് പോർഷൻ തന്നെയാണ് വരുന്നത്. നമ്മളിപ്പം ട്രൈലോടെ തന്നെ കൃതിക ചിക്കൻ പാറ്റേൺ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ, അതൊരു ക്രോസ് ഓവർ പാറ്റേൺ ആണ് വരുന്നത്. ഇതിൽ വരുമ്പോഴത്തേക്കും ക്രോസ് ഓവർ പാറ്റേൺ അല്ല വരുന്നത്, എന്നാൽ അതിനേക്കാളും കവറേജ് കൂടുതൽ വരുന്നുണ്ട്. അപ്പം കൃതിക പ്ലെയിൻ എടുക്കുന്നതും ഈ ഒരു പാറ്റേൺ എടുക്കുന്നവരും ഫിറ്റിങ്ങിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ട്രയൽ നോക്കി ആണ് ഈ ഒരു പാറ്റേൺ എടുക്കേണ്ടത്. ഈ ഒരു പാറ്റേൺ അവൈലബിൾ ആയിട്ടുള്ളത് 32 മുതൽ 44 വരെ, സി മുതൽ എഫ് വരെയുള്ള കപ്പ് സൈസിലാണ്.
പ്രൈസ് വരുമ്പോഴത്തേക്ക് 295 മുതൽ 420 വരെയാണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ച ഒരു റോസ് ഗോൾഡ് എന്ന് പറഞ്ഞ കളറാണ് ഇതിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളർ വരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് കമ്പനി 3 കളേഴ്സ് കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒലീവ് ഗ്രീനും കോറലും മെറൂണും. ഇത് കൂടാതെ ബേസിക് കളേഴ്സ് ആയിട്ടുള്ള വൈറ്റ്, ബ്ലാക്ക്, ന്യൂഡ്. ഞാൻ നേരത്തെ പറഞ്ഞ ടീഷർട്ട് ബ്രായിൽ സ്കിന്നാണ് പറഞ്ഞത്, ആക്ച്വലി ന്യൂഡ് കളറാണ്. ഡാർക്ക് സ്കിന്നായിട്ട് വരുന്നൊരു കളറാണ് ഈ ന്യൂഡ് കളർ വരുന്നത്. ഇപ്പം ഞാൻ കാണിച്ച 2 കോട്ടൻ്റെയും ബനിയൻ്റെയും പാറ്റേണുകൾ ട്രയലോടെ മറ്റ് പാറ്റേണുകളെ അപേക്ഷിച്ച് ഫിറ്റിങ്ങിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മറ്റ് പാറ്റേണുകൾ മേടിക്കുന്ന അതേ സൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് രണ്ടും പർച്ചേസ് ചെയ്യില്ല. ഇത് ഫിറ്റിങ് നോക്കി വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ട്രയലോടെ കപ്പ് സൈസും സൈസും ഏതാന്ന് പറയും. ഈ കാണിച്ച 2 പ്രൊഡക്റ്റും 42, 44, അതായത് ടീഷർട്ട് ബ്ര 42 വരെയും കോട്ടൺ ബ്ര 44 വരെയാണ് അവൈലബിൾ. എന്നാലും ട്രയലോടെ ഇപ്പോൾ ആൽപ്പ ആണെങ്കിൽ 52 വരെയുള്ള സൈസും കൃതിക പ്ലെയിൻ ഒക്കെ ആണെങ്കിൽ നമ്മളെ 56 വരെയുള്ള സ്റ്റോക്കും റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. എന്നാൽ ഈ 2 പ്രൊഡക്ട്സും 42 വരെയും 44 വരെയൊക്കെ കമ്പനിയിലും സ്റ്റോക്കുള്ളൂ, നമ്മളുടെയിലും സ്റ്റോക്കുള്ളൂ.